വിജിലൻസ് അന്വേഷണം നേരിടുന്ന ADGP MR അജിത് കുമാറിനെ DGP ആക്കാൻ സർക്കാർ തീരുമാനം. സ്ഥാനക്കയറ്റത്തിന് വിജിലൻസ് അന്വേഷണം തടസ്സമല്ലെന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ അംഗീകരിച്ചാണ് മന്ത്രിസഭയുടെ തീരുമാനം. എന്നാൽ അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള നീക്കമെന്നാണ് പ്രതിപക്ഷ ആക്ഷേപം. 2025 ജൂലൈ 1 നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ഒഴിവിലാണ് അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത്. തൃശൂർ പൂര വിവാദം, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. കൂടാതെ PV അൻവർ MLAയുടെ പരാതിയിൽ വിജിലൻസ് അന്വേഷണവും നടക്കുകയാണ്. എന്നാൽ അന്വേഷണം നടക്കുന്നത് സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ലെന്ന ശുപാർശയാണ് ചീഫ് സെക്രട്ടറി തല സ്ക്രീനിംഗ് കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ചത്. അതിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക. ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ആരോടെങ്കിലും പ്രത്യേക താല്പര്യമോ ആരോടെങ്കിലും വിവേചനമോ കാണിക്കില്ല. കമ്മിറ്റി മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശോധിച്ച് വരുമ്പോൾ അത് വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കും, അത്രേ ഉള്ളൂ. സസ്പെൻഷനിലായിരിക്കുകയോ അച്ചടക്ക നടപടിക്ക് മെമ്മോ കൊടുത്തിരിക്കുകയോ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണയ്ക്ക് കാത്തുനിൽക്കുകയോ ചെയ്യുന്നെങ്കിൽ മാത്രമേ സ്ഥാനക്കയറ്റം തടയാൻ പാടുള്ളൂവെന്ന സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ. മന്ത്രിസഭാ തീരുമാനത്തെ CPIM-ഉം അതേപടി അംഗീകരിക്കുന്നു. സാങ്കേതികമായും നിയമപരമായും അതിൽ യാതൊരു തടസ്സവുമില്ല. അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഒരു കോടതിയും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പ്രീസിഡൻറ്റും ഇല്ല. അതുകൊണ്ട് അതിൽ യാതൊരു തകരാറുമില്ല. എന്നാൽ അജിത് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷണം ഒരുക്കുന്നുവെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ADGP അജിത് കുമാറിനെതിരെ DGP അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇനി എന്ത് DGP അന്വേഷിക്കാൻ? അജിത് കുമാർ ഈക്വൽ റാങ്ക് കിട്ടുകയാണ്. DGP റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു DGP ലോ ആൻഡ് ഓർഡർ എന്ത് അന്വേഷിക്കാനാണ്? അദ്ദേഹത്തിന്റെ പേരിലുള്ള നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരന്വേഷിക്കാനാണ്? അപ്പോൾ അജിത് കുമാറിനെ ആര് സംരക്ഷിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനം കൊണ്ട് തന്നെ വ്യക്തമായിരിക്കുകയാണ്. അജിത് കുമാറിന് പുറമെ സുരേഷ് രാജ് പുരോഹിതിനും DGP-ആയി സ്ഥാനക്കയറ്റം ലഭിക്കും. IG തരുൺകുമാർ ADGP-ആയും DIG-മാരായ ദേബേഷ് കുമാർ ബെഹ്റ, ഉമാ ബെഹ്റ, രാജ്പാൽ മീണ, ജയനാഥ് എന്നിവർ IG-മാരായും സ്ഥാനക്കയറ്റം ലഭിക്കാൻ അർഹരായി. SP-മാരായ യതീഷ് ചന്ദ്ര, S ഹരിശങ്കർ, K കാർത്തിക്, പ്രതീഷ് കുമാർ, T നാരായണൻ എന്നിവർക്ക് DIG-മാരായി സ്ഥാനക്കയറ്റം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.